أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ എന്ന നിലക്ക് വലിയ ഔദാര്യവും ഉപകാരങ്ങളും ചെയ്തു തന്ന ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും. വിശ്വാസികളായി എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ നിഅമത്ത്. ആ അനുഗ്രഹം ലഭിച്ചിട്ടില്ലാത്ത കോടാനുകോടി മനുഷ്യർക്കിടയിൽ വിശ്വാസികളായി വിശ്വാസത്തിന്റെ തെളിമയോടുകൂടി ജീവിക്കാൻ കഴിയുന്നു എന്ന അന്തസ്സോടെയും അഭിമാനബോധത്തോടെയും റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിലുടനീളമുള്ള വിശ്വാസി സമൂഹം, വിശിഷ്യ ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം, നമുക്കറിയാവുന്നതുപോലെ ഏറെ ആകുലതകൾക്കും വ്യാകുലതകൾക്കും നടുവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന കുറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കാണാൻ കഴിയുന്നവരാണ് നമ്മൾ. അത് SIR-ന്റെ രൂപത്തിലാണെങ്കിലും, രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുടെ രൂപത്തിലാണെങ്കിലും, ഭരണകൂട ഭീകരതയുടെ രൂപത്തിലാണെങ്കിലും, എല്ലാ തലങ്ങളിലും ഈ പറഞ്ഞ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രതിസന്ധികൾ ഒന്നൊന്നായി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോഴെങ്കിലും വല്ലാത്ത ഒരു പ്രയാസവും നിസ്സഹായതയും നമ്മെ പിടികൂടാറുമുണ്ട്. നമ്മളാകെ പെട്ടിരിക്കുകയാണല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അള്ളാഹുവിന്റെ ഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്നത്? ലോകത്തുടനീളമുള്ള മുസ്ലിം സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയമാകുന്നു എന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ നമ്മളോട് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും ബോധവുമുള്ളവരാണ് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടവരാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം യഥാർത്ഥത്തിൽ ഇതല്ല ഇതിനപ്പുറവും വന്നാൽ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും കെൽപ്പും കരുത്തുമുള്ളവരാണ് എന്ന് ചരിത്രത്തിൽ തെളിയിച്ചവർ കൂടിയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മുൻഗാമികൾ. ഇത് വരും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ വരും എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പേ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യൂഷിക്കു അൻ തദാഅ അലൈക്കുമുൽ ഉമമു കമാ മിൻ കുല്ലി ഉഫുഖിൻ കമാ തദാഅ അൽ അഖലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടി വിശന്നു നിൽക്കുന്ന മനുഷ്യൻ കൊണ്ടുവന്നു വെച്ച ഭക്ഷണത്തിലേക്ക് കൈനീട്ടി ആർത്തിയോടെ അടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ചുറ്റും വിവിധ സമുദായങ്ങളും സമൂഹങ്ങളും നിങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്തിൽ ആരോ ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, പ്രവാചകരെ ഞങ്ങൾ ആ ദിവസത്തിൽ എണ്ണത്തിൽ കുറവായിരിക്കുമോ? ലോകത്തുടനീളം ജീവിക്കുന്ന വിശ്വാസികളുടെ എണ്ണം കുറവായതുകൊണ്ടാണോ ഈ പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നത്? ഖാലല, അല്ല,
എണ്ണത്തിലൊന്നും ഒരു കുറവുണ്ടാവില്ല. വലാക്കിന്നക്കും ഉസാഉൻ കഉസാഇസ് സൈൽ യുജഅലുൽ വഹ്നു ഫീ ഖുലൂബിക്കും വയൻസഉ റുഅബ് മിൻ ഖുലൂബി അദുവിക്കും. നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല, പക്ഷേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചപ്പുചണ്ടികളെ പോലെ, മലവെള്ളപ്പാച്ചിലിൽ കറങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചപ്പുചവറുകളെ പോലെ നിങ്ങൾ പതിതരായിട്ടായിരിക്കും ജീവിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഊരിക്കളയുകയും അതുവിക്കും, നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള കാരുണ്യം ഇല്ലാതാക്കി കളയുകയും ചെയ്യും. അതിന്റെ കാരണവും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലിഹുബ്ബിക്കുമുദ് ദുനിയ വകറാഹിയത്തുകുമുൽ മൗത്ത്. ദുനിയാവിനോട് നിങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ ആർത്തിയും പ്രേമവും മരണത്തിനോട് നിങ്ങൾ കാണിക്കുന്ന അങ്ങേയറ്റത്തെ പ്രയാസവും വെറുപ്പുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസം ഹൃദയത്തിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറമുള്ള പ്രയാസങ്ങൾ വന്നാലും അത് നമ്മുടെ ഈമാനിനെയോ ജീവിതത്തെയോ ബാധിക്കേണ്ടതല്ല. കാരണം അവരാണ് ഇസ്സത്തുള്ളവര്. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഭൂമിയിൽ തല ഉയർത്തി ഇസ്സത്തോടു കൂടി ജീവിക്കാൻ അർഹതയുള്ള യോഗ്യതയുള്ള ഒരു വിഭാഗമെന്ന് പരിചയപ്പെടുത്തിയവരാണ് നമ്മൾ. അന്തസ്സാർന്ന ജീവിതം ഇഹലോകത്തും പരലോകത്തും അള്ളാഹു വാഗ്ദാനം ചെയ്ത ഒരു വിഭാഗം. ഞാൻ നേരത്തെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിൽ നിന്ന് 2 ആയത്തുകൾ നിങ്ങളെ കേൾപ്പിച്ചു. വലാ തഹിനു വലാ തഹ്സനു. സാധാരണ എല്ലാവരും ഓതാനുള്ള ആയത്ത് തന്നെയാണ്. നിങ്ങൾ പതിതരാകേണ്ടതില്ല, ദുർബലരാകേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും പ്രതാപവാന്മാർ, ഉയർന്നവര് നിങ്ങളാണ്. വതിൽകൽ അയ്യാമുനു ഇൻ യംസസ്കും ഖർഉൻ ഫഖദ് മസ്സൽ ഖൗമ ഖർഉൻ മിസ്ലു. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും ക്ഷീണം, ക്ഷതം, പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അവർക്ക്, നിങ്ങളെ ഈ പ്രയാസപ്പെടുത്തുന്നവർക്കും ഈ കാര്യമൊക്കെ കടന്നുപോയിട്ടുണ്ട്. വതിൽകൽ അയ്യാമുനു നുദാവിലുഹാ ബൈനന്നാസ്. ഇത് മനുഷ്യർക്കിടയിൽ അള്ളാഹു കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. ഇന്ന് നിങ്ങളാണ് പ്രയാസത്തിലുണ്ടെങ്കിൽ ആ പ്രയാസം മാറും. നാളെ നിങ്ങൾ അഭിമാനത്തോടു കൂടി മുന്നോട്ട് വരുന്നൊരവസ്ഥ വരും. വലിയഅലമല്ലാഹുല്ലദീന ആമനൂ വയത്തഖിദു മിൻകും ശുഹദാ. ഇങ്ങനെയൊക്കെ കറക്കിക്കൊണ്ടിരിക്കുന്നതിനും നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനും അള്ളാഹുവിന് ചില ലക്ഷ്യമുണ്ട്. അതിലൊന്ന് വലിയഅലമല്ലാഹുല്ലദീന ആമനൂ. നിങ്ങളെ കൂട്ടത്തിലെ വിശ്വാസികൾ ആരാണെന്ന് അള്ളാഹ്ക്ക് തിരിയണം. ഏതെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് മുഴുവൻ അടിയറ വെച്ച്, ശത്രുവിന്റെ മുമ്പിൽ അടിയറ വെച്ച് ഈമാൻ ദുർബലപ്പെട്ടു പോയി നിലവിളിക്കുന്നവരാരാണ് എന്ന് അള്ളാഹുവിന് തിരിയണം. വയത്തഖിദ മിൻകും ശുഹദാ. അത് അവിടെ കൊണ്ടും തീരൂല. കുറെ രക്തസാക്ഷികൾ അള്ളാഹുവിന് ആവശ്യമുണ്ട്. ദീനിന്റെ മാർഗത്തിൽ സകലതും സമർപ്പിക്കുന്ന ശുഹദാക്കളെ സ്വീകരിക്കുന്നതിന് വേണ്ടി. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. എന്തുകൊണ്ടെന്നാൽ ഭൂമിയിൽ അക്രമം അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്നത് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആകെ നിരാശരായി, പതിതരായി, ആകെ കൂടി ബേജാറായി, പടച്ചോനെ ആകെ പെട്ടുകിടക്കുകയാണല്ലോ എന്ന ഒരു ചിന്ത ഒരു കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ അവർ തരണം ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ അത് നമുക്ക് ബോധ്യമുള്ളതാണ്. ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയ ശത്രുക്കളും കടന്നു പോയിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. നിങ്ങൾക്കറിയില്ലേ റസൂലേ, ആയത് സമൂഹത്തിന്റെ ചരിത്രം അവരോട് പറഞ്ഞിട്ടില്ലേ? ഇറമ ഗോത്രത്തിന്റെ ഇറമ വിഭാഗ അലം തറ ഇറമ ദാത്തിൽ ഇമാദ്, തൂണുകൾ ഉണ്ടാക്കിയിരുന്ന, വലിയ സ്തൂപങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഇറമ വർഗത്തെ കുറിച്ച് അവരോട് പറഞ്ഞില്ലേ? അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അതുപോലെയുള്ള സമൂഹങ്ങളെ വേറെ ഭൂമിയിൽ പിന്നെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. അത്രയും ശക്തന്മാരും മല്ലന്മാരും ഭീകരന്മാരുമായ സമൂഹമായിരുന്നു അവര്. വസമൂദല്ലദീന ജാബു സഖ്റ ബിൽ വാദ്. വലിയ താഴ്വരകളിൽ പാറകൾ തുരന്ന് വലിയ ഗുഹകൾ ഉണ്ടാക്കിയിരുന്ന, അതിൽ താമസിച്ചിരുന്ന സമൂദി വിഭാഗത്തെ കുറിച്ച് അവർക്കറിയില്ലേ? ഫിർഔനദിൽ ഔതാദ്. ആണികളുടെ ആളുകളായിരുന്ന, കീലങ്ങളുടെ ഉടമസ്ഥന്മാരായിരുന്ന ഫിർഔനിനെ കുറിച്ച് അറിയില്ലേ? അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഈ ആളുകളൊക്കെ നാടുകളിൽ വലിയ ദുരന്തങ്ങൾ വിതച്ചു, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി, ആളുകളെ നെരിച്ചമർത്തി, പ്രയാസപ്പെടുത്തി. ഫഅക്സറു ഫീഹൽ ഫസാദ്. അവരെ മുഴുവൻ, ഭൂമി മുഴുവൻ അവർ ഫസാദ് കൊണ്ട് നിറച്ചു. എന്നിട്ടോ ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാ. ശിക്ഷയുടെ ചാട്ടവാറുകൾ അവരെ മേൽ നിന്റെ റബ്ബ് ചൊരിഞ്ഞു.
ഇന്ന റബ്ബക ലബിൽ മിർസാദ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, റബ്ബ് അബോധമായി കാര്യങ്ങൾ കാണാതെ ഇരിക്കുകയില്ല. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥലത്ത് തന്നെ നിന്റെ റബ്ബുണ്ട്. വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വേണ്ടവരെ പിടിക്കാൻ അള്ളാഹ്ക്ക് കഴിയുമെന്ന് പരിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? യഖൂലൂന ലറജഇനാ ഇലൽ മദീനതി ലയഖ്രിജന്നൽ അസ്സു മിന്നൽ അദൽ. മദീനയിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നാൽ ലയഖ്രിജന്നൽ അസ്സു മിന്നൽ അദൽ, ഈ നിസാരന്മാരായ ആളുകളെ പ്രതാപവാന്മാരായ ഞങ്ങൾ പുറത്താക്കും. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അടിവരയിട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ്, ഇസ്സത്ത് എന്ന് അവകാശപ്പെടാവുന്നത് അള്ളാഹ്ക്കും റസൂലിനും വിശ്വാസികൾക്കുമാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ കപട വിശ്വാസികൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് നമുക്ക് പുത്തരിയായ ഒരു സംഗതിയല്ല. ഒരിക്കലും നമ്മളെ നിരാശ ബാധിക്കാനും പാടില്ല. തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കണം. നമ്മൾ അഭിമാന ബോധത്തോടു കൂടി ഓരോ ദിവസവും ജീവിക്കണം. അന്തസാർന്ന ജീവിതം നമുക്കുണ്ടാകണം. എന്താ കാരണം? അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം, നമ്മൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും പരിപാലകനുമായ റബ്ബുൽ ആലമീനാണ്. അവന്റെ മുമ്പിൽ മാത്രമേ നമ്മൾ തലകുനിക്കുകയുള്ളൂ. വലാത്ത യഖാഫൂന ലൗമത ലൈം, ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ നമ്മൾ ഭയപ്പെടൂല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയണം പ്രവാചകരെ, അല്ലാഹു അവനാണ് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ. തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. വേണ്ടവർ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകും, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ഇസ്സത്തുള്ളവരാക്കും, അല്ലാത്തവരെ ആ ഇസ്സത്ത് എടുത്ത് ഊരിക്കളഞ്ഞവൻ പതിതരാക്കി വെക്കും. ബിയദിക്കൽ ഖൈർ, അവന്റെ കൈകളിലാണ് ഖൈർ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പ്രവാചകരെ നിങ്ങൾ മനസ്സിലാക്കണം, അവരോട് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയിൽ ഏകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യുന്ന ഒരു സമുദായത്തെ പേടിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ആർക്കാണ് കഴിയുക? നമ്മൾ റബ്ബിന്റെ മുമ്പിലല്ലേ തവക്കുൽ ചെയ്തത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എന്റെ റബ്ബ് മതി. എത്ര പ്രയാസങ്ങൾ മുന്നിൽ വന്ന് നെരിപ്പോട് കണക്ക് നിന്നാലും ശരി, പുഞ്ചിരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ കഴിയുന്നവരാണ്. വത്തഖദു, നമ്മളല്ലാത്തവരാകട്ടെ, വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ, അല്ലാഹു അല്ലാത്തവർ ഇലാഹായി സ്വീകരിച്ചവരുണ്ടല്ലോ. ലിയകൂനൂ ലഹും ഇസ്സൻ, ആ ഇലാഹുകൾ അവർക്ക് കരുത്തു പകരും, ആ ദൈവങ്ങൾ അവരെ സംരക്ഷിക്കുമെന്നൊക്കെ വിചാരിച്ച് അതിൽ അഭയം പ്രാപിച്ച ആളുകൾ അവരുടെ ദൈവങ്ങളും അവരുടെ ആരാധനകളും തന്നെ അവർ നിഷേധിക്കപ്പെടും. വയകൂനൂന അലൈഹിം ളിദ്ദ, ഈ ദൈവങ്ങൾ അവർക്ക് എതിരായി വരുന്ന ഒരു കാലമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് റബ്ബിലാണ് നമ്മൾ തവക്കുൽ ചെയ്യുന്നത്. റബ്ബിന്റെ മുമ്പിലത്തെ മാത്രമേ നമ്മൾ തലകുനിക്കൂ, മറ്റൊരു ശക്തിക്ക് മുമ്പിലും നമ്മൾ തലകുനിക്കൂല. രണ്ടാമത്തെ കാരണം, നമ്മൾ വിശ്വസിക്കുന്ന ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഈ റബ്ബ് നമുക്ക് വേണ്ടി തന്ന നിയമസംഹിതയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങൾക്ക് റബ്ബുനല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവ് മതി. സുമ്മസ്തഖാമു, പിന്നെ ആ മാർഗത്തിൽ അടിയുറച്ച് ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ പേടിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്തുകൾ അവരെ മേലിറങ്ങും. എന്നിട്ട് അവരോട് പറയുമല്ല തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പ്രയാസപ്പെടരുത് കേട്ടോ, നിങ്ങൾ ദുഃഖിക്കരുത് കേട്ടോ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവേണ്ടവരാണ്, നിങ്ങൾ ദുഃഖിക്കേണ്ടവരല്ല. നിങ്ങളത് ആലോചിച്ച് നോക്ക്. ലോകാരംഭം മുതൽ ഒന്നാമത്തെ മനുഷ്യനായ ഒന്നാമത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന അതേ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരല്ലേ നമ്മൾ? എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ദീന് ഇസ്ലാം മാത്രമാണ്. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം, ഈ അഹ്ലു കിതാബുകളും മറ്റ് കണ്ടു കാണപ്പെട്ട സകല വിഭാഗങ്ങളും ഈ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോയവരാണ്. ബഗയൻ ബൈനക്കും, അവർക്കിടയിലുള്ള അതിക്രമം കാരണം ഇതിൽ നിന്ന് ജ്ഞാനം ലഭിച്ചതിന്റെ ശേഷം അങ്ങേയറ്റം വ്യതിരിക്തമായി പോയവരാണ്. വമയ്യക്ഫുർ ബിആയാത്തില്ല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആര് കളവാക്കുന്നുവോ ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അവൻ അതിവേഗത്തിൽ ഹിസാബ് നടപ്പിലാക്കുന്നവനാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ആളുകളാണ് നമ്മൾ. ഇസ്സത്തോടു കൂടി പറയണം, ഞാൻ
ജീവിക്കുന്ന നിയമസംഹിത, ഞാൻ അംഗീകരിക്കുന്ന ജീവിത വഴി എന്റെ റബ്ബ് ഈ ഭൂമിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വഴിയാണ്. ഞാനിതാ ഭൂമിയിലേക്ക് എന്റെ പ്രതിനിധികളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അയച്ച സന്ദർഭം മുതൽ ഇന്നിതാ ഈ പകലിന്റെ ഈ മധ്യാഹ്നം വരെ എന്റെ റബ്ബ് ഈ ഭൂമിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ദീനുൽ ഇസ്ലാമിന്റെ വക്താവാണ് ഞാൻ. എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട, എന്നെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾക്ക്. അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വിധാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ എന്നീ സമൂഹത്തോട് നമ്മുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയണം. തീർന്നില്ല, ഒരു വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ആളുകളല്ലേ നമ്മള്. ലോകത്ത് മാറ്റങ്ങളില്ലാത്ത, വെട്ടിത്തിരുത്തലുകളില്ലാത്ത ഒരക്ഷരം പോലും, ഒരു ഹർഫ് പോലും മാറ്റപ്പെട്ടിട്ടില്ല എന്ന് ചരിത്രം തെളിയിക്കപ്പെട്ട, ലോക സമൂഹം തലകുനിക്ക് സമ്മതിച്ച ഒരു വേദഗ്രന്ഥം ഒന്നേ അല്ലേ ഉള്ളൂ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അത് പരിശുദ്ധ ഖുർആനാണ്. മുൻപ് കഴിഞ്ഞ വേദങ്ങളെ നമുക്ക് പരിചയമുണ്ട്. ഇഞ്ചീലിനെയും തൗറാത്തിനെയും സബൂറിനെയും നമുക്കറിയാം. 100-ലേറെ ഏടുകളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് വേദഗ്രന്ഥങ്ങളെ നമുക്കറിയാം, ഒരുപാട് നിയമസംഹിതകൾ നമുക്കറിയാം. പക്ഷെ അതൊക്കെ ചരിത്രം തന്നെ പറഞ്ഞതാണ്. ഒന്നും അതിന്റെ തനതായ രൂപത്തിലില്ല കേട്ടോ. ഒന്നും മാറ്റത്തിരുത്തലുകളില്ലാതെ അവശേഷിക്കുന്നില്ല, വെട്ടിമാറ്റലുകളില്ലാതെ അവശേഷിക്കുന്നില്ല. ഒന്നൊഴികെ അത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ എന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരണം ആരംഭിച്ചത്, എന്നാണോ അവതരണത്തിന് പരിസമാപ്തി കുറിച്ചത്, അതിന്റെ ആ സന്ദർഭം വരെ അവിടെ നിങ്ങോട്ട് ഈ 1400 കൊല്ലങ്ങൾക്ക് ശേഷവും ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഏതെങ്കിലും മൂലയിലിരുന്ന് ഒരു മുസ്ലിം ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഹർഫുകളും അതേ വാചകങ്ങളും അതേ ആയത്തുകളും അതേ അധ്യായങ്ങളുമായി ലോകത്ത് നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബുൻ മുബീൻ, നിങ്ങൾക്കിതാ വ്യക്തമായ വെളിച്ചവും വ്യക്തമായ ഗ്രന്ഥവും വന്നിരിക്കുന്നു. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനുഹു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിൽ തൃപ്തി വെച്ച ആളുകൾക്ക് സന്മാർഗത്തിന്റെ ഗ്രന്ഥം ഇതാ. സുബുലുസ്സലാം, രക്ഷയുടെ മാർഗം. വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആളുകളെ പുറപ്പെടുവിക്കുന്ന ബിഇദ്നിഹി, യാ റബ്ബിന്റെ അനുമതിയോടുകൂടി. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് മനുഷ്യന് മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥം കയ്യിലുള്ളവരല്ലേ നമ്മള്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം, അത് ചെവ്വായ രീതിയിൽ മനുഷ്യരെ മാർഗദർശനത്തിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പകരം വെക്കാനില്ലാത്ത ഒരു ഗ്രന്ഥം, ഒരു മാറ്റവുമില്ലാത്ത. ഇൻസുവർഗവും മനുഷ്യവർഗവും ജിന്നവർഗവും ഒരുമിച്ച് കൂടിയാൽ ഖുർആൻ, ഈ ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥമൊന്ന് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ട് ലോകത്തെ സകല മനുഷ്യരാശിയും ജിന്നവർഗവും ഒരുമിച്ച് സഹായിച്ചാലും അവർക്കത് കൊണ്ടുവരാൻ കഴിയില്ല കേട്ടോ. അവരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളായാലും ശരി, മനുഷ്യവർഗം ജിന്നുവർഗത്തെ സഹായിക്കട്ടെ, ജിന്നുവർഗം മനുഷ്യവർഗത്തിന്റെ സഹായികളാകട്ടെ. പക്ഷേ ഇതിന്റെ ഒരായത്ത് പോലും കൊണ്ടുവരാൻ, സമാനമായി ഇത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് വെല്ലുവിളിക്കുന്നതും ഖുർആനാണ്. ആ ഗ്രന്ഥം കയ്യിൽ വെച്ച് നമ്മൾ എങ്ങനെ പതിതരാവുക? ആ ഗ്രന്ഥം കയ്യിൽ വെച്ച് നമ്മൾ എങ്ങനെ ദുഃഖിതരാവുക? നമ്മൾ എങ്ങനെ അപമാന ഭാരത്താൽ തലകുനിക്കാൻ കഴിയുമോ? നമുക്ക് സാധ്യമല്ല. കാരണം ഹിദായത്തിന്റെ വെള്ളി വെളിച്ചമായ ഒരു പരിശുദ്ധ ഗ്രന്ഥം, അതിന്റെ വാഹകരാണ് നമ്മള്, അതിന്റെ പ്രയോജകരാണ് നമ്മള്, അത് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടവരാണ്. തീർന്നില്ല, ആ ഗ്രന്ഥവുമായി കടന്നു വന്ന മഹിതമായ ഒരു പ്രവാചകന്റെ ജീവിത പാന്താവിലൂടെ യാത്ര തുടങ്ങിയവരാണ് നമ്മള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന്റെ രജതരേഖയിൽ തിളങ്ങി നിൽക്കുന്ന, ലോക ചരിത്രം തലകുനിക്ക് സമ്മതിച്ച മനുഷ്യനായ പ്രവാചകൻ. ആ മനുഷ്യനാകുന്നതോടൊപ്പം മാനുഷികത്വത്തിന്റെ പദവിയിൽ മാലാഖമാരെക്കാൾ മലക്കുകളെക്കാൾ ഉയരത്തിൽ നിൽക്കാൻ അള്ളാഹുവിന്റെ ഭൂമിയിൽ സാധിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടുകഥകളുള്ള പ്രവാചകനല്ല, ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിക്കുന്ന പ്രവാചകനല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന ഡേറ്റില്, ഇന്ന സമയത്ത്, ഇന്ന വീട്ടില്, ആ വീടിന്നുണ്ട്, ആ നാടിന്നുണ്ട്, ആ കാലഗണനയുമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ചരിത്രം അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട അതുല്യനായ പ്രവാചകൻ, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി, നിരക്ഷരനായ ഒരു പ്രവാചകൻ.
അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. പെട്ടെന്ന് ഉദയം ചെയ്ത ഒരു പ്രവാചകനല്ല. നിങ്ങളുടെ കയ്യിലുള്ള തൗറാത്തിലും നിങ്ങൾക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഇൻജീലിലുമൊക്കെ മുമ്പേ അടയാളപ്പെടുത്തിയ ഒരു പ്രവാചകൻ. യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ. വയുഹില്ലു ലഹുമുത് തയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. നല്ലത് മാത്രം നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് ചെയ്യാൻ പറയുന്ന, മോശമായത് മ്ലേച്ഛമായതിനെ നിങ്ങൾ ഇത് ജീവിതത്തിൽ നിന്ന് ദൂരതീരത്തേക്ക് മാറ്റി നിർത്താൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഒരു പ്രവാചകനും. വയദഹു അൻഹും മിസ്റഹും വൽആലാലല്ലതീ കാനത് അലൈഹിം. സമൂഹത്തില് നിങ്ങളെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, നിങ്ങളെ മുതുകുകളിൽ കയറ്റിവെച്ച ഭാരങ്ങള് ഇറക്കി വെച്ച് അള്ളാഹുവിന്റെ മാത്രം അടിമത്തത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു പ്രവാചകന്റെ മഹിതമായ ചിത്രം, ആ പ്രവാചകന്റെ മഹിതമായ ആ പൂമുഖം കണ്ണിൽ കാണുന്ന നമ്മൾ എങ്ങനെയാണ് ഭൂമിയിൽ പതിതരായി മാറുക? നമ്മൾ എങ്ങനെയാണ് പ്രയാസപ്പെടുക? നമ്മൾ എങ്ങനെയാ മറ്റുള്ളവർക്ക് മുമ്പിൽ മുട്ടുമടക്കുക? അത് നമുക്ക് സാധ്യമല്ല. കാരണം ഖൈറു ഉമ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ, ഉമ്മത്തും വസത്തിന്റെ ഭാഗമാണ് നമ്മൾ, മധ്യമ സമൂഹമാണ്, ഉത്തമ സമൂഹമാണ്. ചരിത്രത്തിലുടനീളം ഈ പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും ഉണ്ടാക്കിയ ഒരു നാഗരികതയില്ലേ, ഒരു സാംസ്കാരിക തനിമയില്ലേ? ഇന്നും ലോകം അത്ഭുതപ്പെട്ടു നിൽക്കുന്ന, മദീന ഗവേഷണ വിഷയമാകുന്ന, ഇസ്ലാം ഗവേഷണ വിഷയമാകുന്ന ഒരു ചരിത്രം ഈ ഇസ്ലാമിനുണ്ടെങ്കിൽ ആ ചരിത്രത്തിന്റെ പിൻതലമുറക്കാരാണ് ഞാനും നിങ്ങളും എന്നത് മാത്രം മതി. അഭിമാന ബോധത്തോടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ. തീർന്നില്ലല്ലോ, ഇനി ഈ ഭൂമിയൊക്കെ ഇങ്ങനെ പോയിക്കോട്ടെ, ഈ ഭൂമിയിൽ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങളുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഞങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് ഒരു ലോകം, വരാനിരിക്കുന്ന മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ ആ റബ്ബിനെ പേടിക്കുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്താൽ അവരാണ് വിജയം കൈവരിച്ചവർ. ഞങ്ങളുടെ വിജയം ഇവിടം കൊണ്ട് തീരുന്നതല്ല. നരകത്തെ തൊട്ട് കാക്കുകയും സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അവനാണ് വിജയിച്ചവൻ, അവനാണ് ഭൂമിയിൽ വിജയിച്ചവൻ. അറിയണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ചില ചരക്കുകൾ മാത്രമാണ്. കുറച്ചു കാലത്തേക്ക് ഞങ്ങൾക്കതാ തിരിയും, നിങ്ങൾക്കല്ലേ ഇതെല്ലാം വെട്ടിപ്പിടിച്ചോ തട്ടിപ്പിടിച്ചോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു യാത്രക്കാരന്റെ യാത്രാപാതയം മാത്രമാണ് എന്ന അഭിമാന ബോധത്തോടു കൂടി പറയാൻ കഴിയുന്നവരാണ് നമ്മൾ എന്നുകൂടി മനസ്സിലാക്കണം. ഇഹലോകത്തിനപ്പുറം പരലോകം, അത് ആളുകൾ വിമർശിക്കുന്നത് പോലെ അവിടെ എന്തൊക്കെയോ ചില സംഗതികളുണ്ട്. അവിടെ സ്വർഗത്തിലെ ഊറികളും കള്ളും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ട് എന്ന് നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോഴും നമുക്കറിയാം സ്വർഗം ആ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വാസസ്ഥലമാണ്. അനന്തമായ നിരന്തരമായ ഒരു ഇടർച്ചയുമില്ലാത്ത തുടർച്ചയായ ഒരു ജീവിതത്തിന്റെ പേരാണ് നമ്മൾ കടന്നു വന്നത്. ആ ലോകത്ത് അള്ളാഹുവിന്റെ ആലമുൽ അർവാഹിൽ നിന്നാണ്. അങ്ങനെ ഒരു ജീവിതം നമുക്ക് ഉണ്ടായിരുന്നു. മാതാവിന്റെ ഗർഭപാത്രത്തിലൂടെ ഭൂമിയിലെത്തി 60, 70, 75, 80 വയസ്സ് വരെ മാത്രമുള്ള ഒരു ഇടത്താവളം മാത്രമാണിത്. ഈ ഇടത്താവളത്തിൽ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരും. എന്റെ യാത്രാപാതയുമായി ഞാൻ എന്റെ ഖബറിലൂടെ യാത്ര ചെയ്ത്, എന്റെ മഹ്ശറിലൂടെ, എന്റെ ബർസഖിലൂടെ, എന്റെ മഹ്ശറിലേക്ക് ഞാൻ യാത്ര ചെയ്താൽ എന്നെ കാത്തിരിക്കുന്നത് സ്വർഗീയമായ അനുഭൂതികളാണ്, ശാശ്വതമായ സുന്ദരമായ ജീവിതമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഹൃദയത്തിൽ തട്ടി ഒന്ന് ചിന്തിച്ചു നോക്കുക. അവനെ പേടിപ്പിക്കാൻ പിന്നെ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം അവന്റെ കണ്ണ് ദുനിയാവിനപ്പുറത്തുള്ള ആഖിറത്തിലാണ്. ബാക്കിയുള്ളത് മുഴുവനും പടച്ച തമ്പുരാൻ പറഞ്ഞതുപോലെ ഒഴുകുന്ന വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടാവുമല്ലോ ചില പതകള്, ആ പതകൾ ആർക്കും ഉപകാരപ്പെടൂല, അടിയിലുള്ള വെള്ളം മാത്രമേ ഉപകാരപ്പെടൂ. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്, ഭൂമിയിൽ ഉപകാരപ്പെടുന്നത് അത് അവശേഷിക്കും. അങ്ങനെയാണ് അള്ളാഹു ഉദാഹരണങ്ങളെ പറയാം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മെ പേടിപ്പിക്കാൻ ആർക്കും സാധ്യല്ല. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഒറ്റക്കല്ലല്ലോ ഈ ഭൂമിയിൽ. നിങ്ങൾ നോക്ക്, ലോകത്തിന്റെ ഏത് കോണിലുള്ള വിശ്വാസി സമൂഹവും അവർ പരസ്പരം സഹോദരന്മാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. അതുകൊണ്ടല്ലേ ഫലസ്തീൻ നമുക്ക് വിഷയമാകുന്നത്, സുഡാന് നമുക്ക് വിഷയമാകുന്നത്. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മുസ്ലിമിന് ഒരു പ്രയാസമുണ്ടായാൽ
അതെന്റെ ഹൃദയത്തിൽ തറക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ഒരൊറ്റ ശരീരമായി ഈ ലോകത്ത് മുഴുവൻ, ഭൂമിയിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വിശ്വാസി സമൂഹം ഒരു വലിയ വൻമരം പോലെയാണ്. ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ എന്ന് പറഞ്ഞ അസ്ലുഹാ സാബിത്തുൻ വഫർഹുഹാ ഫിസ്സമാ. താഴ്വേരുകൾ അടിയിലേക്ക് ഇറങ്ങിയ ശാഖോപശാഖകളായി ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ പടർന്നു നിൽക്കുന്ന ഈ മഹാവൃക്ഷത്തിന്റെ കൊമ്പുകളും കമ്പുകളുമാണ് നമ്മളെ ആർക്കും ദുർബലമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് പരസ്പരം താങ്ങും തണലുമാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രാർത്ഥന വരുന്നത് ലോകത്തിൽ നിന്നാണ്, ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുമാണ്. നിങ്ങൾ നോക്ക്, അത് മനുഷ്യരെന്ന അർത്ഥത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ എല്ലാ തലത്തിലും ആ പ്രാർത്ഥന ലോകത്തുമുള്ള മുഴുവൻ വിശ്വാസി സമൂഹവും നമ്മുടെ കൂടെ ഉണ്ട് എന്നത് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് പ്രതാപം നൽകിയ ഒരു സമൂഹമാണ് നമ്മൾ, ഇസ്ലാം കൊണ്ട് അന്തസ്സ് നൽകിയ ഒരു സമൂഹമാണ്. അങ്ങനെ ഒരു അന്തസ്സൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല മുമ്പ്. പക്ഷേ ഇസ്ലാം വന്നതിന് ശേഷം നമ്മൾ അന്തസ്സോടുകൂടി തല ഉയർത്തിപ്പിടിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ ദീനുൽ ഇസ്ലാം നമുക്ക് ഇസ്സത്ത് നൽകി. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യൻ അയാളിങ്ങനെ തല താഴ്ത്തി ആരെയും നോക്കാതെ നടന്നു പോകുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നടക്കാൻ പാടില്ല, തല ഉയർത്തിപ്പിടിച്ച് നടക്ക്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നഹ്നു ഖൗമുൻ അസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് പ്രതാപം നൽകിയ ആളുകളാണ് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. തല ഉയർത്തിപ്പിടിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോടു കൂടി നടക്കണം എന്നല്ല. ഭൂമിയിൽ അങ്ങേയറ്റം വിനയത്തോടു കൂടി നടക്കുമ്പോഴും ആരുടെ മുമ്പിലും കുനിക്കാത്ത, റബ്ബിന്റെ മുമ്പിൽ മാത്രം കുനിക്കുന്ന ഒരു തലയുടെ ഉടമകളാണ് വിശ്വാസി സമൂഹം ലോകത്തില്. അതുകൊണ്ടാണ് റബീ ഇബ്നു ആമിർ റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞത്, അല്ലാഹു ഇബ്തഅസനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദിഹിൽ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് റുസ്തം ചോദിച്ചപ്പോ, ഈ നാട് കീഴ്പ്പെടുത്താനാണോ, ഈ ഞങ്ങളെ ഇല്ലാതാക്കാനാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി റബീ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അതൊന്നുമല്ല, അതൊക്കെ വളരെ നിസ്സാരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടിമത്തത്തിൽ നിന്ന്, മനുഷ്യന്റെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ഒരു മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കണം. ദുനിയാവിന്റെ ആ കുടിസിൽ നിന്ന് അതിന്റെ വിശാലതയിലേക്ക്, ദുനിയാവും ആഖിറവും ഉൾക്കൊള്ളുന്ന വിശാലതയിലേക്ക് മനുഷ്യരെ നയിക്കണം. ഇസ്ലാം, അത് മതങ്ങൾ ഉണ്ടാക്കുന്ന വേലികെട്ടുകളിൽ നിന്ന് ഇസ്ലാമിന്റെ വിശാലതയിലേക്ക്, ഇസ്ലാമിന്റെ നീതിയിലേക്ക് മനുഷ്യരെ നയിക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഈ സമൂഹത്തിന്റെ ഉപ്പാണ്, നമ്മൾ ഖൈറു ഉമ്മത്താണ്. നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത കുന്തും ഖൈറു ഉമ്മത്തിൻ ഉഖരിയത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ അല്ലാഹു തെരഞ്ഞെടുത്ത വിഭാഗമാണ്. എന്തിനാ? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കണം. അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഖൈറു ഉമ്മത്തിന്റെ ഭാഗമാണ് നമ്മൾ. ആ അഭിമാന ബോധത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം. പതിതമായ അവസ്ഥയോ മാനസികമായ പ്രയാസമോ നമ്മളാകെ പെട്ടിരിക്കുകയാണല്ലോ എന്ന് ചിന്തയൊന്നും ഉണ്ടാകേണ്ടതില്ല. പക്ഷേ ഉണ്ടാകേണ്ട ഒന്ന്, നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയ ആ വിഭാഗത്തിൽ പെടരുത്. ചപ്പു ചവറുകളായി ഒലിച്ചു പോകുന്ന, മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പു ചവറുകളല്ലാതെ അസ്ലുഹാ സാബിത്തായ അടിവേരുകൾ താഴ്ന്നിറങ്ങിയ പടവൃക്ഷങ്ങളായി ഈ സമൂഹത്തിന് നിൽക്കാൻ കഴിയുക എന്നത് മാത്രമാണ്. അപ്പൊ ശത്രു പേടിക്കും. അല്ലെങ്കിൽ ശത്രുവിന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു തന്നെ പേടി എടുത്തു മാറ്റുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ഇസ്സത്തോടുകൂടി, അഭിമാനബോധത്തോടുകൂടി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങള്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടുകൂടി റബ്ബിന്റെ ആളുകളായി ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.